ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു വാർത്തയാണ് കേട്ടത്. സംഭവം നടക്കുന്നത് മൈസൂരാണ്. അവിടുത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് പ്ലാസ്റ്റിക്കും പാറ്റയും കലർന്ന, ചുരുക്കി പറഞ്ഞ വൃത്തിഹീനമായ ഭക്ഷണമാണ് ലഭിച്ചിരുന്നത്. ഈ ഭക്ഷണം എത്തിക്കുന്നതോ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ്. എന്തായാലും ഇതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഡേറ്റ് കഴിഞ്ഞ പൊടികളാണ് ഇത് കണ്ടോ, ഓൾറെഡി വേവിച്ച് വെച്ച കടലയാണ്. ഇത്രയും നാറിയ ഭക്ഷണം കണ്ടിട്ട് എനിക്ക് തന്നെ ഛർദ്ദിക്കാൻ തോന്നുന്നു. അപ്പോൾ ആ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയോ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇവർ ഒരു വർഷത്തേക്ക് ഫുഡിനായിട്ട് ഈടാക്കുന്നത് 80,000 രൂപയാണ്. എന്നിട്ടാണ് ഇവർ വിദ്യാർത്ഥികളോട് ഈ നാറിയ പണി കാണിക്കുന്നത്. ലേശം ഉളുപ്പില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ബാക്കി കേട്ട് നോക്കാം. അത് ശരിയാ, ഇത്രയും നാറിയ ഭക്ഷണം തെരുവ് നായ പോലും കഴിക്കില്ല. എന്നിട്ടും ആ ഭക്ഷണം കഴിച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു ആപത്തുമില്ലാത്തത് എന്തോ ദൈവഭാഗ്യം. പറഞ്ഞതുപോലെ തന്നെ മലയാളി വിദ്യാർത്ഥികൾക്ക് ഈ വിഷം വളർന്നത് മലയാളി ഏജൻസിയാണ്, മലയാളികൾ നടത്തുന്ന ഏജൻസിയാണ് എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഒരു ഭയപ്പെടുത്തലും അല്ലെങ്കിൽ അതിന്റെ നാണക്കേടും നമുക്ക് മനസ്സിലാവുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കോമൺ മെസ്സിൽ നിന്ന് എത്തിക്കുന്ന ഭക്ഷണമാണ്. അതിനാണ് കോഴിക്കറിയും കൂവലും ചോരയും. ചപ്പാത്തിയിൽ നിന്ന് കിട്ടിയത് പ്ലാസ്റ്റിക് ആണെന്ന് കുട്ടികൾ പറയുകയാണ്. അപ്പം ചോറിൽ നിന്ന് പാട്ടിയും കിട്ടി. മെസ്സിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ എത്തുന്നത് സൗജന്യമായിട്ടുണ്ട്. സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രമല്ല. 80,000 രൂപ മെസ്സി ആയി പ്രതിവർഷം വാങ്ങിക്കുന്ന ഒരു കോളേജിലെ മെസ്സിന്റെ അവസ്ഥയാണ്. പുറത്തുള്ള ഭക്ഷണം കൊണ്ടുവരാൻ അനുവദിക്കില്ല. അതായത് അനുവദിക്കില്ലല്ലോ, കാരണം കോളേജുകാരുടെ കമ്മീഷൻ പോകില്ലേ. ആ കമ്മീഷന് വേണ്ടി അവർ ഇരയാക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. ഇത്രയും മോശമായ ഭക്ഷണം കഴിച്ച് ആപത്തുണ്ടാകാതിരിക്കാൻ കുട്ടികളുടെ ശ്രദ്ധ കൊടുത്താൽ അതിനും സമ്മതിക്കാത്ത അവസ്ഥയിലേക്കാണ് ഈ കോളേജിൽ പോകുന്നത്. കാരണം അവർക്ക് പണം ലഭിക്കണം, ഏജൻസിക്ക് പണം കൊടുക്കുമ്പോൾ അവർ കമ്മീഷൻ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാ നടപടിയാണ് കോളേജിന്റെ പേരിൽ കോളേജ് നടത്താൻ പോകുന്നത്. ഇന്റേണൽ മാർക്ക് കട്ട് ചെയ്യും, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന് പറയും. കാരണം മെസ്സ് വേണ്ട, ഞങ്ങൾ പുറത്ത് കഴിക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റേണൽ മാർക്കിന്റെ പേരും പറഞ്ഞാണ് പലയിടത്തും വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, നേഴ്സിംഗ് പോലുള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഇന്റേണൽ മാർക്കിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതില്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റില്ല. ഈ പാവം വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്, അല്ലാതെ എന്ത് പറയാൻ. ഒരു കുട്ടികളിൽ നിന്ന് 80,000 രൂപ നഷ്ടമാണ് കോളേജിനെ സംബന്ധിച്ച്. അപ്പോൾ അത് മെസ്സിലേക്ക് കൊടുക്കുമ്പോൾ 80,000 കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ നാമം നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. ഇത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന് പറയുന്ന ഏജൻസി 5 കോളേജുകളിലാണ് ഭക്ഷണം എത്തിക്കുന്നത്. മെസ്സികൾക്ക് അപ്പുറത്തേക്ക്. അപ്പോൾ 5 കോളേജുകളാണ് സാധ്യത. അതിന് വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ കോളേജുകളിലേക്ക് 5 കോളേജുകളിലേക്കും ഭക്ഷണം നേരിട്ടല്ല കോളേജിൽ എത്തിക്കുന്നത്. അപ്പോ ഈ ഏജൻസി വഴി ആ 5 കോളേജിലെയും വിദ്യാർത്ഥികളുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും നാറിയ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എന്തായാലും ഈ വാർത്ത ഗവൺമെന്റിന്റെയും മറ്റ് അധികൃതരുടെയും കണ്ണിലെത്തിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തക്കതായ ആക്ഷൻ എടുക്കുക. കാരണം ഇവിടെ ഇരയായേക്കുന്നത് വിദ്യാർത്ഥികളാണ്. നാളെ മറ്റൊരു വിദ്യാർത്ഥിക്കും ഇത്തരം ഒരു മോശം ദുരനുഭവം ഉണ്ടാകരുതെന്ന് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.